അവന്റെ ശുദ്ധനാമത്തെ വാഴ്ത്തുക. ജന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴിവിനെ പോലെ പുതിയ വരത്തക്കവണ്ണം അവൻ നിന്റെ വായിക്കാൻ നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതി ന്യായവും നടത്തുന്നു. അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയും ഉള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും ഭർഷിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നില്ല. ആകാശം ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമനത്തോട് അകന്നിരിക്കുന്ന പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പനെ മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം കൂടിയെന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റ് അതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയില്ല. യഹോവയുടെ ദയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗ്ഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ടവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവൻ. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈനികളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവൻ. അവന്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവൻ. എന്മനമേ യഹോവയെ വാഴ്ത്തുക. ദൈവത്തിന് സ്തോത്രം. എന്മനമേ യഹോവയെ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും എല്ലാ നന്മകൾക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ലോ. ഒരു നിമിഷം നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. തുറന്നുള്ള ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കണം. തുറന്ന് ഈ ഷോപ്പ് പ്രാർത്ഥിച്ച് ദൈവസന്നിധി സമർപ്പിക്കുവാനായി കർത്താദാസ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഏതൊരു നല്ല കാര്യത്തിൻ്റെയും ആരംഭത്തിൽ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ച് ആരംഭിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ബൈബിൾ തന്നെ ആരംഭിക്കുന്നത് ഇൻ ദ ബിഗിനിങ് ഗോഡ്, ആദിയിൽ ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ്. യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കും. യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരൻ വൃഥ ജാഗ്രത. ആമേൻ. ദൈവമാണ്. ഒരു ഭവനമാണെങ്കിലും ഒരു പ്രസ്ഥാനമാണെങ്കിലും പണിയേണ്ടത് ദൈവമാണ്. നമ്മൾ കേവലം ഉപകരണങ്ങൾ മാത്രമാണ്. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് സ്ഥാപനമാണെങ്കിലും അതിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നതിന് വിശ്വസ്തത. അത് നടത്തുന്നവര്, അത് ജോലി ചെയ്യുന്നവര് അവരുടെ വിശ്വസ്തതയെ അടിസ്ഥാനമാക്കിയാണ് അതൊക്കെ നിലനിൽക്കുന്നത്. ഈ തയ്യൽക്കട പ്രിയ സഹോദരങ്ങൾ വളരെ താല്പര്യത്തോടെ ആഗ്രഹത്തോടെ ഇന്ന് ആരംഭിക്കുകയാണ്. നിങ്ങൾ ഈ രണ്ട് കാര്യം ഓർത്തിരിക്കണം. കൂടുതൽ സമയം പറയാനായിട്ട് നേരമില്ലല്ലോ. ഒന്ന്, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവമാണ് പണിയുന്നതെന്ന് വിശ്വസിക്കുക. രണ്ട്, ഈ സ്ഥാപനം 100% വിശ്വസ്തത പാലിക്കാൻ ഉത്സാഹിക്കുക. അപ്പോൾ അതെല്ലാം അനുഗ്രഹവും നന്മയുമായി തീരും. കർത്താവിനെ കൂടാതെ ഒരു നന്മ നമുക്കില്ല. യേശുവിനെ കൂടാതെ ഒരു അവകാശവും നമുക്കില്ല. എല്ലാറ്റിൻ്റെയും ഉറവിടം ദൈവമാണ്. ആ സർവശക്തനായ ദൈവം ഈ സ്ഥാപനത്തെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ തലകൾ വണക്കി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ കുരിശിലെ മരണത്താൽ ഞങ്ങൾക്ക് പാപശാന്തി, രോഗശാന്തി, നിത്യരക്ഷ ഒക്കെ ദാനം ചെയ്യുന്ന ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം ഞങ്ങൾക്ക് തന്നതിനായിട്ട്, ഞങ്ങളെ മക്കളാക്കിയതിനായി, അവകാശങ്ങളാക്കിയതിനായിട്ട്, സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ എന്ന വാഗ്ദത്തം ഞങ്ങളിലും ഞങ്ങളുടെ കൂട്ടുവിശ്വാസികളിലും നിവർത്തിക്കുന്നതോർത്ത് ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. പ്രിയ സാജനെ കുടുംബമായിട്ട് കരങ്ങൾ ഏൽപ്പിക്കുന്നു.
അങ്ങയുടെ കൃപയിൽ ശരണപ്പെട്ട് ആശ്രയിച്ച് ഇങ്ങനെയൊരു സ്ഥാപനത്തിന് ആരംഭം കുറിപ്പാൻ അവരുടെ കരങ്ങളെ ബലപ്പെടുത്തതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ കർത്താവെ, രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളിലെ വളരെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രിയ സജി സാറിന് ഇന്ന് ഇതിന്റെ നാട് മുറിച്ച് ഓപ്പൺ ചെയ്യുവാൻ കൊടുത്ത അവസരത്തിനായി ആ പ്രിയപ്പെട്ടവരെയും കുടുംബമായിട്ട് ആസ്വദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥാപനം നടത്തുന്നതിന്റെ കുഞ്ഞുങ്ങളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കണമേ. ഇവിടെ വരുന്നവരും പോകുന്നവരും കർത്താവിനെ കാണുവാനിടയാക്കണം. ദിവ്യ സ്വഭാവം എന്താണെന്ന് തിരിച്ചറിയുവാൻ സഹായിക്കണം. ഓരോ ദിവസവും ദൈവത്തിൽ ആശ്രയിച്ച് ഈ പ്രസ്ഥാനം തുടങ്ങുവാനും സദ്യയിൽ അടയ്ക്കുവാനും കർത്താവിടെയാണ്. അങ്ങയിലെ ആശ്രയത്താൽ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വസ്തത പാലിപ്പാൻ അവർക്ക് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയുടെ ദൈവമേ, അവിടുന്ന് അങ്ങനെ ചെയ്യുമെന്നുള്ളതിനായിട്ട് സ്തോത്രം. സകലത്തിന്റെയും സകല നന്മകളുടെയും ഉറവിടം അവിടുന്ന് ആകെയാണ്. എല്ലാത്തിന്റെയും ആരംഭവും അവസാനവും അവിടുന്ന് ആകെയാണ്. കർത്താവിന്റെ പൊന്നുകരങ്ങളിൽ ഞങ്ങൾ ഈ സ്ഥാപനത്തെ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ സ്ഥാപനം ഞങ്ങൾ സമർപ്പിച്ച് അങ്ങയുടെ തൃക്കരങ്ങളാൽ നിന്റെ കുഞ്ഞുങ്ങളെ ആശ്രയിക്കണം. വണക്കിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥാപനം അവരുടെ കുടുംബത്തിന്റെ ഭൗതിക വർധനവിന് കാരണമാക്കണം. ദൈവരാജ്യത്തിന് കെട്ടുപിടിക്കുന്ന പ്രയോജനപ്പെടണം. സുവിശേഷത്തിന്റെ വ്യാപ്തിക്കത് കാരണമാക്കണം എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സഹായിച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ മിഷന്റെ ശുശ്രൂഷ പ്രദേശത്ത് ഈ വരമ്പൂർ ദേശത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷകരമായ ഒരു ദിവസമാണ്. കാരണം ഈ പ്രദേശത്ത് ഇല്ലാത്ത ഒരു സ്ഥാപനമാണ് ഇന്ന് ഈ ട്രാൻസ്ഫോമർ കുരിശുംതൊട്ടിയുടെ ഈ ജംഗ്ഷനിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ ദേശനിവാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അനുഗ്രഹത്തിന്റെ നിമിഷമാണ്. അപ്പോൾ സാദിന്റെ വളരെ നാളത്തെ സാദിന്റെയും കുടുംബത്തിന്റെയും പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇന്ന് ഇതിവിടെ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുവാൻ സാധിച്ചിട്ടുള്ളത്. ഇത് വളരെയേറെ ഉന്നതിയിലെത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം സാദിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വളരെ പ്രാർത്ഥനാപരമായ ഒരു കുടുംബം ആണ് സാദിന്റെ. പ്രാർത്ഥനയാണല്ലോ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം. നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം തരുന്നത് പ്രാർത്ഥനയാണ്. അങ്ങനെ അത്രമാത്രം പ്രാർത്ഥനയിൽ ഇട്ടിരിക്കുന്ന, പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്ന സാദിന്റെ കുടുംബത്തിനും വളരെയേറെ ഉന്നതിയിലേക്ക് നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് സാദിനെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഏതൊരു പ്രസ്ഥാനത്തിന്റെയും, അതിൽ ഏതൊരു വ്യക്തിയുടെയും ഉയർച്ചയ്ക്ക് പിന്നിൽ, വളർച്ചയ്ക്ക് പിന്നിലുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കഠിനാധ്വാനവും, അതോടൊപ്പം തന്നെ ആത്മാർത്ഥതയും, പറഞ്ഞുകൊണ്ടുള്ള വിശ്വാസം. സാദിന കഠിനാധ്വാനി എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം 3-4 വർഷങ്ങളായിട്ട് അറിയാം, കഠിനാധ്വാനിയാണ്. അപ്പൊ സാദിന്റെയും ഭാര്യയുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഇതുണ്ടായിട്ടിരിക്കുന്നത്. അപ്പൊ കഠിനാധ്വാനത്തിൽ ഇനി സംശയമില്ല. ആത്മാർത്ഥത, നമ്മൾ കസ്റ്റമേഴ്സായിട്ട് മറ്റുള്ള ആളുകളുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ സ്ഥാപനത്തിന് എല്ലാ വളർച്ചയും ഉണ്ടാകുവാനായിട്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിർവഹിക്കുവാനായിട്ട് എത്തിച്ചേർന്ന ബൂത്ത് പ്രസിഡന്റ് പ്രിയ സാജു ഭാഷ ഞാൻ വിളിക്കുന്ന സാജു ചെറിയാൻ അവരോടുള്ള നന്ദി പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. അതുപോലെ ഈ സമർപ്പണ ശുശ്രൂഷയെ നിർവഹിക്കുവാനായിട്ട് എത്തിച്ചേർന്ന കർത്താവിന്റെ വലിയ ദാസൻ പാസ്റ്റർ സണ്ണി കുര്യൻ അവരുടെ ദൈവത്തെ സ്തുതിക്കുകയും ഈ എളിയ ആരംഭങ്ങളിലേക്ക് കടന്നു വന്ന് സന്തോഷത്തോടെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ വലിയ ദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന്റെ ശുശ്രൂഷ കർമ്മം നിർവഹിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ രാജേന്ദ്ര മാത്യു അവരോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ കടന്നുവന്ന കർത്താവിന്റെ വലിയ ദാസൻ പാസ്റ്റർ ഫ്രാൻസിസ് ജോസഫ് അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ സ്ഥലസഭയുടെ ശുശ്രൂഷകനും ഈ മീറ്റിംഗ്
നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ വിലയേറിയ അവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഇവിടെ കടന്നു വന്ന നമ്മുടെ സഭാ കുടുംബാംഗങ്ങൾ, വിശ്വാസ സമൂഹം, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരുടെ സംഘത്തിൽ നിന്ന് കടന്നു വന്ന പ്രിയ സംഘ അംഗങ്ങൾ, എന്നോടൊപ്പം ജോലി ചെയ്യുന്ന പ്രിയ സഹോദരങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കുമുള്ള നന്ദി ഒരു വാക്കിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചൊല്ലുന്നു. നല്ല സ്നേഹിതനായ നന്ദി പറയുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർ വളരെ നാളുകളായി ആഗ്രഹിക്കുകയും അധ്വാനിക്കുകയും ചെയ്തതിന്റെ ഫലമായി ഇപ്രകാരം ഇവിടെ ഒരു നല്ല സ്ഥാപനം ഇന്ന് പകലിൽ ആരംഭിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ചെറിയ ആരംഭങ്ങളെ തുച്ഛീകരിക്കാത്ത സ്വർഗത്തിലെ ദൈവം എന്റെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും കർത്താവ് നൽകേണ്ടതിനായി ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ സുഗമമായി മുന്നിലേക്ക് പോകുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വർക്ക് ചെയ്യുന്ന പ്രിയ സഹോദരിയെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കണമേ. ആവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും കർത്താവ് നൽകേണ്ടതിനായി ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥാപനം ഈ ദേശത്തിന് ഒരു അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇത് ഉദ്ഘാടനം ചെയ്ത പ്രിയ സാറിനായി സ്തോത്രം, സമർപ്പിച്ച ബഹുമാന സന്നികുര്യംബാസ്കായി സ്തോത്രം, ദൈവസന്നിധിയിൽ തലവണക്കിയിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായി, കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി, ബന്ധുജനങ്ങൾക്കായി, അയൽക്കാർക്കായി, സുഹൃത്തുക്കൾക്കായി എല്ലാവർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം സഹായിക്കണമേ. ഈ സ്ഥാപനം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കണം. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. പുത്രൻ നാമത്തിൽ പരിശുദ്ധ പിതാവേ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സാന്നിധ്യവും ഇപ്പോഴും എപ്പോഴും നാം എല്ലാവരോടുകൂടെയും മിൻസ ട്രെയിനിങ് സെന്ററിനോടും അതിന്റെ പ്രവർത്തകരോടും കൂടെ നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരൂ വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ.